വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യുന്ന ആലുവ KSRTC ബസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്നത്. KSRTCക്ക് ഒരു പുതിയ മുഖം നൽകുന്ന മനോഹരമായ ഒരു മന്ദിരമാണ് ശ്രീ അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 11 കോടിയോളം അദ്ദേഹം ചെലവഴിക്കുകയും KSRTCയുടെ 5 കോടി കൂടി ചെലവഴിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു സമുച്ചയവും അതിന്റെ യാർഡുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ KSRTC ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന കാഴ്ചയാണ്. പക്ഷെ അതിമനോഹരമായ ഈ സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ മനസ്സ് കാണിച്ച അൻവർ സാദത്തിന് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ട് വളരെയധികം തുക 11 കോടിയിലധികം ചെലവഴിച്ച് ഇത് നിർമ്മിക്കാൻ മുൻകൈയെടുത്ത അൻവർ സാദത്തിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമേ അഭിനന്ദിക്കുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ വരേണ്ട കാലം കടന്നുപോയി. പുതിയ MLA-മാർ, ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിനതീതമായി പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വരും. KSRTCയിലും വേണ്ടതൊരു നവീകരണമാണ്. കാലാകാലങ്ങളായി തകർന്നുകൊണ്ടിരിക്കുന്ന KSRTC ജീവനക്കാരെ കുറിച്ചെല്ലാം അൻവർ സാദത്ത് പറയുകയുണ്ടായി. അത് അൻവർ സാദത്ത് മാത്രമല്ല, എല്ലാവരും പറയുന്ന കാര്യമാണ്. ഈ തകർച്ചയിൽ നിന്നും KSRTC കരകയറ്റാനുള്ള പരമാവധി ശ്രമങ്ങൾ എന്റെ ഭാഗത്തുണ്ടാകും എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പുതരാം. KSRTCയിലെ എല്ലാ ചോർച്ചയും അടയ്ക്കുക. ഞാൻ ഇവിടെ നിന്ന് മെന്നിച്ചേർന്ന് പറയായിരുന്നു, തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഡെപ്പോയിലെയും അനാവശ്യമായ ഷെഡ്യൂളുകൾ റീഷെഡ്യൂൾ ചെയ്ത് കുട്ടികൾക്ക് സൗകര്യപ്രദമായ നിലയിലും ആദിവാസി മേഖലകളിലേക്കും തോട്ടം മേഖല തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഒരു വണ്ടി മാത്രമുള്ളിടത്ത് ആ വണ്ടി നിർത്താതെ റൂട്ടുകൾ പരിഷ്കരിച്ചപ്പോൾ തന്നെ ഈ ആഴ്ച മുതൽ കൃത്യമായ കണക്ക് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ദിവസം 2 ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയും എന്നാണ്. തുടങ്ങിക്കഴിഞ്ഞു. ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ നമുക്ക് ഒരു ദിവസം, 10 ദിവസം കഴിയുമ്പോൾ 20 ലക്ഷം രൂപയാണ് ഒരു മാസം. അതായത് KSRTCയുടെ വരുമാനത്തിന്റെ നേരെ പകുതി 50% മുകളിൽ ഓരോ ദിവസവും ഡീസലിന് വേണ്ടിയാണ് നമ്മൾ ചെലവാക്കുന്നത്. ഡീസലിന്റെ കണക്ക് ഇപ്പോൾ അറിയാം. ഇവിടുത്തെ ഡിപ്പോയിലടക്കം ഓരോ വണ്ടിയുടെയും ഡീസലിന് എന്ത് മൈലേജ് ഉണ്ടെന്ന് കണക്കിടുക. നമ്മൾ ഊഹ കണക്കിലാണ് പറയുന്നത്. 4 കിലോമീറ്ററിൽ കൂടുതൽ ഒരു ലിറ്ററിന് കിട്ടുന്നുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം കഴിഞ്ഞ 20 ദിവസമായിട്ട് ആദ്യത്തെ 10 ദിവസം ഈ ഡിപ്പോയിലെ 10 ബസ്സുകളിലെ ഫുൾ ടാങ്ക് അടിക്കുകയാണ്. അടിച്ചിട്ട് ഡ്രൈവറെ പേരെഴുതി വെക്കും, വണ്ടി വിടും. പിറ്റേ ദിവസം വീണ്ടും ഫുൾ ടാങ്ക് അടിക്കും. എത്ര കിലോമീറ്റർ ഓടി? അപ്പൊ ഒരു വണ്ടിക്ക്, ഓരോ വണ്ടിക്കും KSRTC ഓരോ വണ്ടി ഇപ്പൊ 2 റൗണ്ട് കഴിഞ്ഞു. ഓരോ ഡിപ്പോയിൽ 20 വണ്ടി കഴിഞ്ഞു. അടുത്ത 10 വണ്ടി തുടങ്ങി കഴിഞ്ഞു, 30 വണ്ടി. ഇത് ചെയ്ത് കഴിയുമ്പോൾ കേരളത്തിൽ ഓടുന്ന ഓരോ ബസ്സിനും എന്ത് മൈലേജ് കിട്ടുന്നുണ്ട്, ഏത് ഡ്രൈവർ ഓടിക്കുമ്പോഴാണ് മൈലേജ് കുറയുന്നത് കൂടുന്നതെന്ന് കൃത്യമായും നമുക്കറിയാൻ കഴിയും. അപ്പോഴും ചില വേലകളുണ്ട്. അൻവർ സാദത്ത് പറഞ്ഞ വേലയുണ്ട്. ഞങ്ങളിത് കൊടുത്തപ്പോ ഒരു ഡിപ്പോയിൽ നിന്ന് 2-3 ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാരിരുന്ന ഒരു വണ്ടിക്ക് 7 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെന്ന്. ലൈലൻഡ് കമ്പനിക്കാർ പോലും തലയിൽ കൈവച്ചു. അതെങ്ങനെയെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ വണ്ടിക്ക് 7 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. സംഭവം മേലുദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ കുറിച്ചങ്ങ് കൊടുത്തു. പക്ഷെ 3 പേരും ഇപ്പൊ സർവീസിലില്ല, വീട്ടിലിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തു. നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അൻവർ സാദത്ത് പറഞ്ഞ വളരെ ശരിയാണ്. അൻവർ സാദത്ത് മാത്രമല്ല, ഭരണകക്ഷിപ്പെട്ട MLA-മാര് പോലും, മുകേഷ്, ചങ്ങനാശ്ശേരി MLA, മന്ത്രിയായ സജി ചെറിയാൻ, കായംകുളം MLA, ഇവരെല്ലാം സങ്കടം പറയാണ് KSRTCയിൽ പോകുന്ന ഫൈൻ. അവരെല്ലാം MLA ഫണ്ടിൽ നിന്നും കോടികൾ ചെലവഴിച്ച് KSRTC ടെർമിനലുകൾ നിർമ്മിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവർക്ക് അനുവാദം കൊടുക്കുന്നതിൽ വന്ന കാലതാമസം നമുക്ക് അക്ഷന്തഭ്യമായ ഒരു ക്രമക്കേടായിട്ട് കാണണം. ആ താമസം ഇനി ഉണ്ടാവില്ല. ഒരു ഫയലും, ഗതാഗത വകുപ്പിൽ പ്രത്യേകമായ നിർദ്ദേശം വരെയാണ്, ഒരു ഫയലും 5 ദിവസത്തിൽ കൂടുതൽ ഒരു RTO പിടിച്ചു വെച്ചാൽ അയാളെ അവിടുന്ന് സ്ഥലം മാറ്റും. അതിന് യാതൊരു സംശയമുണ്ട്. 5 ദിവസം വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലാക്കി അതിൽ ശരിയോ തെറ്റോ എന്ന് എഴുതാൻ 5 ദിവസം തന്നെ വേണ്ട, 1 മണിക്കൂറിലും വേണ്ട. പക്ഷേ 5 ദിവസം അനുവദിക്കുക. ഇത് പണ്ട് ഞാൻ വനം വകുപ്പിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. 10 ദിവസമായിരുന്നു അവിടെ. അത് 5 ദിവസമായി കുറയ്ക്കുന്നതിന് മുമ്പ് ഞാൻ രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് വേണ്ടെന്ന് വെച്ചാൽ ആദ്യമേ 5 ദിവസം എന്നങ്ങ് പിടിപ്പിച്ചു. അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹം. ഇതിപ്പോ MLA-യോടല്ല ദ്രോഹം ചെയ്യുന്നത്, കാലതാമസമാണ്. ഞാനിപ്പം ഒരു തീരുമാനം അവിടെ നിന്ന് പറയുകയായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചു, ഈ KSRTCക്ക് സിവിൽ വിങ് ഇല്ല, അത് അവസാനിച്ചു. അവിടെ പ്രത്യേകിച്ച് ജോലിക്കാരൊന്നുമില്ല. അവിടെ കോൺട്രാക്റ്റിൽ ആളെ വെച്ചിരിക്കുകയാണ്. KSRTCയിലെ ചീഫ് എഞ്ചിനീയർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം KSRTCയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അതാണ് എന്റെ തമാശ. ഞാനപ്പോ ചന്ദ്രബാബുവിനോട് ചോദിച്ചു, ചന്ദ്രബാബുവാണ് ചീഫ് എഞ്ചിനീയർ അല്ലേ, അപ്പൊ 1 ചട്ടി സിമെന്റിന് എത്ര മണ്ണ് വേണം പൂശാനെന്ന് ചോദിച്ചു.
സാറേ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഇനിയില്ല. ഞാൻ ബഹുമാനായ PWD മന്ത്രിയുമായി സംസാരിച്ചു. ഇനി KSRTCയിലെ എല്ലാ സിവിൽ വർക്കുകളും PWDയുടെ ബിൽഡിംഗ്സ് വിഭാഗം ചെയ്യും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ചോർച്ചകൾ ഇനിയില്ല. കാരണം ഒരു കുഴപ്പം സംഭവിച്ചാൽ നമുക്ക് ബഹുമാനപ്പെട്ട PWD മന്ത്രിയോട് പരാതി പറയാം, അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയറെ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ സൂപ്പർ എഞ്ചിനീയറെ ഒന്ന് വിളിക്കാം. ഇത് ആരും ചൊല്ലുവിളിയില്ല. അവനവൻ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ചോദിക്കും സിനിമ അഭിനയിച്ച് ഞാൻ രാഷ്ട്രീയത്തിൽ ഈ 2 പണി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ 10-21 കൊല്ലം കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എന്നാലോചിക്കുന്നത്.